You're listening to Star Jam on Club FM 94.3. 2 കൺട്രീസിലെ നായികയാണ് ക്ലബ് എഫിലെ സ്റ്റാർ ജാമിൽ. എൻ്റെ കൂടെയുണ്ട് മംത, ഞാൻ റീനു. മംത, 2 കൺട്രീസ് ആദ്യം പ്ലാൻ ചെയ്തത് ലണ്ടനിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മംതയ്ക്ക് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് കാനഡയിലേക്ക്. ഇതിന് മുന്നേയും മംതയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു പാട്ടിന്റെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് എന്ത് കുറെ കഷ്ടപ്പെട്ടിട്ടാണ്. എന്തായിരുന്നു സത്യത്തിൽ ആ പാട്ട്? ഏതായിരുന്നു ആ സ്ഥലം? ഇറ്റ് വാസ് എ സോങ് കോൾഡ് നീവേന നീവേന. കേഡി എന്ന് പറഞ്ഞ എന്റെ ലാസ്റ്റ് തെലുഗു ഫിലിമിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു. നാഗർജുന ഹിംസെൽഫ് ഹാഡ് കോൾഡ് മീ ടു ടെൽ മീ ദാറ്റ് ഹി വുഡ് ലൈക്ക് മീ ടു ഡു this film. The reason why he called me directly was because King എന്ന് പറഞ്ഞൊരു ഫിലിം ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ, നാഗ്സർ ആൻഡ് തൃഷ. എൻ്റെ അടുത്ത് പറഞ്ഞ കഥയും അത് ഫൈനലി പുറത്ത് വന്ന് ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ബട്ട് കിങ് ചെയ്തു. there was a song in that movie. ആ സോങ് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഞാൻ നാഗ്സറിന്റെ അടുത്ത് പറഞ്ഞത് that this was not how the story was told to me in the beginning. So he's not aware of any of this happening. പക്ഷെ ഞാൻ സിനിമയിലായി and I did not want to offend a big star like you and and big director like Sinu Vaitla. ആ ഒരു റീസൺ കാരണം അതോ he wanted to make up for it because I expressed it to him. He's a good person. He's a good human being. അങ്ങനെയാണ് ഓൾമോസ്റ്റ് a year and a halfന് ശേഷം കിങ് എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടിയിട്ട് തന്നെ ഡയറക്ട്ലി അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ച ദിവസം എനിക്ക് എന്നെ റിപ്പോർട്ട് കിട്ടിയ ദിവസമായിരുന്നു. ആൻഡ് മൈ ഫസ്റ്റ് റെസ്പോൺസ് ടു ഹിം വാസ് ഐ കാൻ ഡു ദിസ് ഫിലിം ആൻഡ് ഐ കനോട്ട് ഡു എനി ഫിലിം ഹിയർ ആഫ്റ്റർ. സോ ഐ വാസ് ക്രൈങ് ഓൺ ദ ഫോൺ ആൻഡ് the thing that he told me at that time was, you know what, Mamta, I don't know what exactly you're going through, not able to understand what you're saying, but I'm going to start shooting, okay? You can join by first week of August. I said, but no, Renu. And then he said, no, I don't want to hear anything, you're doing this movie, no, Renu. On a phone with you. So him basically putting me in that spot, I just told him that I cannot do the film and he's saying that I will do it, okay, and that I am doing it. But doesn't he understand that I'm going to go in for my chemo like next week? 1 month I decided to take that upon myself as a challenge, to see 1 month chemo, how I'm taking it and everything. And to cut the long story short, that made me the sole, the pet of the unit. These were the only people who knew of my condition at that time. So they were seeing me, 1 month കഴിഞ്ഞു. First month she looked okay. Second month I started deteriorating. I needed more makeup. I needed more wig. This and that. So suddenly 5th month ന്റെ എൻഡിൽ ഞങ്ങളൊരു സോങ്ങിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാഗ് സർ ചോദിച്ചത്, Mamta, I'm going to leave the option to you. I'll give you 3 countries option. Which country out of these would you pick? So he picked Italy, Greece and Switzerland. Switzerland ഞാൻ ഓൾറെഡി ഗുരുവായൂർ എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടി പോയതാണ്. ഓൾറെഡി കണ്ടതാണ്. I said I'd like to see Greece. It's a place that's also a little serene. എനിക്കറിയാം എന്റെ ആ സമയത്ത് എൻഡ്യൂറൻസിൽ എനിക്ക് അത്ര ശക്തിയുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഗ്രീസിൽ പോയത്. ആൻഡ് I've also been kind of fortunate to be on the receiving end of a lot of wonderful people. 2 countries എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ എല്ലാവരും കണ്ടു. അതിനുള്ള രസകരമായ ഒരുപാട് പേരുടെ കൂടെ മംത അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ 5 പേരെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത്. അവരുടെ പ്രത്യേകത പറയണം, അവരായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയണം. റാഫി ഏറ്റവും കൂടുതൽ വേപ്പർ സിഗരറ്റ്സ് യൂസ് ചെയ്യുന്നത് കണ്ടത് റാഫി സാറിനെ. I think he's trying to get off the habit. 2 കൺട്രീസിന്റെ ഷൂട്ടിങ്ങിൽ ഇപ്പൊ എപ്പോഴും ഐ എം സ്മെല്ലിംഗ് ദിസ് വേപ്പർ ദാറ്റ് ഹി ഈസ് യൂസിങ്. അപ്പൊ അത് തുടങ്ങിയതൊക്കെ ഐ വാസ് ലൈക്ക്, റാഫി സർ മതി, ലൈക്ക് ഡോണ്ട് സ്മോക്ക്, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു ഒക്കെ ഞാൻ പറയും. പിന്നീട് എനിക്ക് ആ വേപ്പറിന്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അഡിക്ഷൻ. റോസ് ക്യാൻഡിന്റെ ഒക്കെ ഒരു സ്മെൽ. പിന്നെ ഞാൻ ആ വിടുന്ന പുകയിലൂടെ ഞാൻ പോയി നിൽക്കും. നിർത്തണ്ട, നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാം. ദിലീപ് ഏട്ടൻ, ഓ ഗോഡ്, എന്താ പറയണത്, ഹീസ് മൈ ബഡി and he'll continue to be. ഒരു മാസ്കും ഇല്ല with each other. There were times ഞാൻ എന്തോ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തോ ദിലീപേട്ടനായിട്ട് ഞാൻ ചെറിയൊരു ഒടക്ക് ഉണ്ടായിരുന്നു. I went to correct him and he fought back. I was like, wow, okay, cool, പറഞ്ഞതേ ഉള്ളൂ, right? സുരാജ് ചേട്ടൻ എന്നെ മീറ്റ് ചെയ്തപ്പോൾ തന്നെ I could see care and concern in his eyes when he met me for the first time and he asked me about my condition and everything. ഒരു genuine interest ഉണ്ടായിരുന്നു. And he told me about all the people or all the friends of his who really draw some sort of inspiration from my stories. Aju Varghese. Aju and I did not have too many combinations in the movie. Aju ചെയ്ത ഫിലിംസും ഞാൻ കണ്ടത് വളരെ കുറവാണ് because I've not really been here since he started doing films actively. അജു ഞാനും ദിലീപേട്ടനൊക്കെ കൂടെ നല്ല ഫൺ സെൽഫീസ് എടുത്തിട്ടുണ്ട് എന്റെ ഫോണില്. പതിയെ പോസ്റ്റ് ചെയ്യണേ. പതിയെ പോസ്റ്റ് ചെയ്യാം. അജു പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അജു അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അജു എപ്പോഴെല്ലാം പോസ്റ്റ്. അജു ഒന്നും വെയിറ്റ് ചെയ്യത്തില്ല. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്പാണ്. ഇൻസ്റ്റ അജു ആണ്. സോ ഫോട്ടോസ് നമ്മളിനി മംതയുടെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. ഓക്കെ. അജുവിന് ഞാൻ ശരിക്കും 2 കൺട്രീസില് വളരെ ഒരു ക്ലോസ് ഇന്ററാക്ഷൻ നമുക്ക് ഉണ്ടായത് തുടങ്ങിയ തന്നെ വാള വെച്ചിട്ടാണ് ഇന്ററാക്ട് ചെയ്തത്. ഒരു വല്ലാത്ത ഇന്ററാക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലബ് എഫിലെ സ്റ്റാർ ജാമിൽ അടുത്ത പാട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്.
അടുത്ത പാട്ട് ഇനി രേണുവിന്റെ ചോയ്സ്. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. എനിക്ക് ആരും ഒന്നും ഇങ്ങനെ ചോയ്സും തന്നിട്ടില്ല. കണ്ണു നിറയും. ക്യാൻസറിനെ എല്ലാവർക്കും പേടിയാണ്. പേടി വന്നാൽ നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏർലി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ക്യാൻസർ എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ സംവേർ ക്യാൻസർ എന്ന് പറയുന്ന വാക്കിനെയും പേടിയാണ്, ഡിറ്റക്ട് ചെയ്യാനും പേടിയാണ്. യു നോ സേ സംതിങ് അബൌട്ട് ഇറ്റ്. പ്രോഗ്നോസിസ് തമ്മിൽ എപ്പോഴും ഈ പറയുന്നത് പോലെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്താൽ കംപ്ലീറ്റ്ലി ക്യൂർ ആവും, ലേറ്റ് സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂർ ആവില്ല എന്നുള്ളൊരിത് ഇസ് നോട്ട് എൻറ്റയർലി കറക്റ്റ്. There's something known as early unfavorable diagnosis and late favorable diagnosis ഉണ്ട്. എന്ന് വെച്ചാൽ you could be a 4th stage and it looks favorable. I was stage 2 unfavorable. Hodgkin's lymphoma ആണ് എനിക്കുണ്ടായത്. It's a type of blood cancer. 85% patients who are diagnosed with Hodgkin's lymphoma, majority of them being young, are cured completely. Early diagnosis and late diagnosis, I don't like to classify it as, curable and incurable. Cancer and the symptoms are not cancer-like at all. My symptoms were weight loss, which I don't pay attention to. There was itching on the skin below my knee. And you can also develop rash. You can cough a little bit. So most of the symptoms will seem like very general symptoms. ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് 2011 അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ a lot of people started contacting me. I want people to be aware of the little symptoms that show. Be it ഈ ഫാസ്റ്റ് ലൈഫ് കാരണം നമ്മൾ കുറച്ച് അധികം മണിക്കൂറുകൾ ഉറങ്ങുമ്പോഴും നോർമലിനെക്കാളും കൂടുതൽ നമ്മൾ യോൺ ചെയ്യുമ്പം ലാക്ക് ഓഫ് ആപ്പറ്റൈറ്റ്, ഇച്ചിങ്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ എവിടെയെങ്കിലും ബോഡിയിൽ ഒരു പെട്ടെന്ന് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു മുഴ, അത് ഞങ്ങൾ നോട്ടീസ് ചെയ്യുമ്പം അത് ഞങ്ങൾ പോയി ചെക്ക് ചെയ്യണം. And even if there are some people who are scared to do a fine needle aspiration test. Fine needle aspiration is where they put a syringe inside that little bulge and they pull out and they check what is there in it physically. Adilum misdiagnosis avunna kore cases undu. So people have to be aware. Adine I would really recommend people to spend a few minutes of the day with themselves. I also want people to be selfish and not think that whatever you're doing is for other people. Enna parayna oru practice undu. Njan cheyyunnathu muzhuvan ende kudumbathinu vendiya. You know what? In the end, whatever you're doing is for yourself. Everybody is selfish and admit it. When you're honest with yourself that whatever you're doing is for your own happiness. കാരണം വേറെ ആൾക്കാരെ നമ്മൾക്ക് സഹായിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. If we are useless, we are not happy. Why? Because നമ്മുടെ അകത്ത് ഹെൽത്ത് ഇല്ല വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ. So take care of your own health. Don't allow people to always expect things from you rather. So spend few minutes with yourself to be aware of your own body and to know that these changes are there. I was not aware of it. I did not feel it until it really came to a point where I could not even talk a word. അത് വരെ ഞാൻ 1.5 മാസം ചുമച്ചുകൊണ്ടിരുന്നു. Blood test will not show you that you have cancer. So ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് in terms of early symptoms of cancer. But അത് വെച്ചുകൊണ്ടും you can live a happy life. You need to prepare yourself with that mindset. അത് അത്രയേ ഉള്ളൂ. Once you're prepared, then trust me, cancer cannot bring you down. Yes. Yeah. Like I tell myself, if something brings me down, it's not going to be cancer. It'll be something else. എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് ഫെമിലിയുടെ സ്റ്റാർ ജാമിന്റെ നേരം തുടർന്നുകൊണ്ടിരിക്കുന്നു. കൂടിയുള്ളത് മമത, ഞാൻ റേണു. ഇവിടെ മാത്രം Done കണക്കിന് fun.